സ്വാഗതം. സയന ടാരക്കാട് റീഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ഒരു സന്ദേശമാണ് താങ്കൾ അറിയേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. 3 കാർഡ് ഞങ്ങൾക്ക് തരാം. അതിലേതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്താൽ മതി. ഒരു കാർഡിലെ സന്ദേശമാണ് താങ്കൾക്ക് വരുന്നത്. ഇത് നമ്പർ 1, നമ്പർ 2 ആൻഡ് നമ്പർ 3. ഏതാണ് താങ്കൾ ചൂസ് ചെയ്യുന്നതെന്ന് പറയുക. അതിനുശേഷം ഞാൻ പറയാം. ഇത് നമ്പർ 1, നമ്പർ 2, നമ്പർ 3. നമ്പർ 1 ആണ് താങ്കൾ ചൂസ് ചെയ്തെങ്കിൽ താങ്കൾക്കുള്ള മെസ്സേജ് ക്രിസ്റ്റൽ സ്കൾ എന്ന് പറയുന്ന ഒരു കാർഡാണ്. പേടിക്കൊന്നും വേണ്ട, സ്കൾ എന്ന് പറഞ്ഞാൽ തലയോട്ടി എന്നാണ്. പക്ഷേ ഈ കാർഡ് എന്ന് പറയുന്നത് മിസ്റ്ററി ഈസ് വെയിറ്റിംഗ് ടു അൺഫോൾഡ് എന്നുള്ളതാണ്. അതായത് കുറേ നാളായിട്ടൊരു കാര്യത്തിനൊരു നമുക്കൊരു മിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, രഹസ്യം എന്ന് പറയുന്നത് അടുത്ത് തന്നെ പുറത്ത് വരുന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു ജോലിയെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കാം. നമ്മൾ അറിയണമെന്ന് ആഗ്രഹിച്ച ചിലപ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ചിട്ടോ ആരെക്കുറിച്ചിട്ടുണ്ടെങ്കിൽ ആവാം. ഒരു മിസ്റ്ററി അടുത്ത് തന്നെ താങ്കൾക്ക് തുറക്കാറായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു പോസിറ്റീവായിട്ട് എടുത്താൽ മതി, നെഗറ്റീവായിട്ട് എടുക്കേണ്ട. കാര്യം വെച്ചാൽ ഇറ്റ്സ് എ പോസിറ്റീവ് കാർഡ്. ഓക്കെ, ഈ കാർഡാണ് താങ്കൾ എടുത്തതെങ്കിൽ യൂണിക്കൺസ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. യൂണിക്കൺസ് എന്ന് പറയുന്നത് എപ്പോഴും ബ്ലെസ്സിങ്ങിൻ്റെ കാർഡാണ്. ഈ കാർഡിലെ സന്ദേശം എന്ന് പറയുന്നത് ബി പ്രിപ്പയർഡ് ഫോർ യൂണിക്കൺ എനർജി ടു ടച്ച് യു എന്നുള്ളതാണ്. അതായത് റെഡി ആയിരിക്കൂ ആ ഒരു യൂണിക്കൺ എനർജി ടച്ച് ചെയ്യുക എന്ന് പറയുന്നത്. യൂണിക്കൺ എനർജി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ബ്ലെസ്സിങ് ആണ്. ചക്ര അലൈൻമെൻറ്റ്, ജീവിതത്തിലെ ഹാർമണി, സന്തോഷം, നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ രോഗശാന്തി, മനസമാധാനം എന്നിവയെല്ലാം കിട്ടുന്ന ഒരു കാർഡാണ് ഈ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് താങ്കൾ ചൂസ് ചെയ്തെങ്കിൽ അതാണ് താങ്കളിലേക്ക് വരുന്നത്. ഇത് ബ്ലാക്ക് മെയ്റ്റ്സ് എന്ന് പറയുന്ന കാർഡാണ് താങ്കൾ ചൂസ് ചെയ്തെങ്കിൽ ഈ കാർഡിലെ സന്ദേശം എന്ന് പറയുന്നത് വാച്ച് യുവർ ഈഗോ ആസ് യു പ്രിപ്പയർ ഫോർ ചേഞ്ച് എന്നുള്ളതാണ്. അതായത് ഒരു മാറ്റത്തിൻ്റെ അടുത്താണ് താങ്കൾ നിൽക്കുന്നത്. പക്ഷേ മാറാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈഗോ എന്നാണ്. ഈഗോ എന്ന് പറഞ്ഞാൽ താനെന്ന ഭാവം എന്ന് പറയും. അതായത് മുൻകാലങ്ങളിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത്, ധനം, കാസ്റ്റ്, ബന്ധുക്കൾ, എന്ത് വേണമെങ്കിലാവാം, അത് മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു മാറ്റം അനിവാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു മനുഷ്യൻ ഒരു മാറ്റത്തിൽ നിൽക്കുന്നു എന്ന രീതിക്ക് ചിന്തിച്ചുകൊണ്ട് മാറുമെന്നാണ് പറയുന്നത്. ഇതാണ് ഉറങ്ങുന്നതിന് മുമ്പ് താങ്കളിലേക്കുള്ള ഏതൊരു സന്ദേശമാണ് താങ്കൾ കിട്ടിയത് എന്ന് പറയുക. അത് താങ്കളുടെ ജീവിതത്തിൽ അടുത്ത് തന്നെ റെസൊനേറ്റ് ചെയ്യും, അടുത്ത് തന്നെ താങ്കൾക്ക് അറിയാനും പറ്റും. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയർ.